മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന നസീം ഹെൽത്ത് കെയർ ഖത്തർ ക്യാൻവാസിൽ ആദ്യം ഖത്തർ പൾസ്. In association with Qbox Trading. ഖത്തറിൽ സ്വകാര്യ മേഖലയിലെ ജോലികൾ സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നതിനുള്ള നിയമം അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി പുറപ്പെടുവിച്ചു. ഖത്തറിൽ സ്വകാര്യ മേഖലയിലെ ജോലികളിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നതിനുള്ള നിയമം അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി പുറപ്പെടുവിച്ചു. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 6 മാസത്തിനു ശേഷം നിയമം പ്രാബല്യത്തിൽ വരും. നിയമത്തിന്റെ വിശദാംശങ്ങൾ ലഭ്യമല്ല. എന്നാൽ കൂടുതൽ ഖത്തറി പൗരന്മാർക്ക് സ്വകാര്യ മേഖലയിൽ തൊഴിൽ നൽകുന്നതിനുള്ള സാഹചര്യം പുതിയ നിയമം സൃഷ്ടിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഖത്തറികൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ തുറന്നുകൊടുക്കുന്നതിനും സ്വകാര്യ മേഖലയിൽ അവരുടെ പങ്കാളിത്തം ഗണ്യമായി വർദ്ധിപ്പിക്കാനും നിയമം സഹായിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. സ്വകാര്യ മേഖലയ്ക്കായി സ്വദേശിവൽക്കരണ പദ്ധതി മന്ത്രാലയം ഉടൻ തയ്യാറാക്കും. കമ്പനികളുടെ വലുപ്പം, തൊഴിലാളികളുടെ എണ്ണം, ജോലി തരങ്ങൾ എന്നിവ അനുസരിച്ചാണ് ഇത് തയ്യാറാക്കുക. പുതിയ ദേശീയ ആരോഗ്യ നയം പ്രഖ്യാപിച്ച് ഖത്തർ. പുതിയ ദേശീയ ആരോഗ്യ നയം പ്രഖ്യാപിച്ച് ഖത്തർ 2024-2030 കാലഘട്ടത്തേക്കുള്ള ആരോഗ്യ നയം ഖത്തർ അവതരിപ്പിച്ചു. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുടെ സാന്നിധ്യത്തിൽ ആരോഗ്യ സഹമന്ത്രി ഡോക്ടർ സാലിഹ് അലി അൽ മാറിയാണ് എല്ലാവർക്കും ആരോഗ്യം എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത്. ഖത്തർ വിഷൻ 2030 ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി ആരോഗ്യ മേഖലയിലെ നിലവിലെ വെല്ലുവിളികൾക്ക് പരിഹാരം കാണുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ജനങ്ങൾക്ക് ലഭ്യമായ ആരോഗ്യ സേവനങ്ങളുടെ നിലവാരം ഉയർത്തുക, ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും എളുപ്പത്തിൽ ലഭ്യമാക്കുക, ആരോഗ്യ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുക. ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി ഖത്തർ സർക്കാർ നിരവധി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നസീം ഹെൽത്ത് കെയർ MD ഫോബ്സ് മിഡിൽ ഈസ്റ്റ് ടോപ്പ് ഹെൽത്ത് കെയർ പട്ടികയിൽ. ഫോബ്സ് മിഡിൽ ഈസ്റ്റ് ടോപ്പ് ഹെൽത്ത് കെയർ പട്ടികയിൽ നസീം ഹെൽത്ത് കെയറിന്റെ MDയും 33 ഹോൾഡിംഗ്സിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുഹമ്മദ് മിയാൻദാദ് VPയും. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ആരോഗ്യ മേഖലയിൽ 100 പ്രമുഖരുടെ പട്ടികയിലാണ് മിയാൻദാദ് സ്ഥാനം പിടിച്ചത്. ഖത്തറിൽ നിന്നുള്ള 4 ആരോഗ്യ പ്രവർത്തകരിൽ ഏക ഇന്ത്യക്കാരനാണ് മിയാൻദാദ്. മിയാൻദാദിന്റെ നേതൃത്വത്തിൽ നസീം ഹെൽത്ത് കെയർ ഖത്തറിലെ ഏറ്റവും അറിയപ്പെടുന്ന ആരോഗ്യ സൗകര്യങ്ങളിലൊന്നായി മാറി. ആതുര സേവന രംഗത്തിന്റെ വളർച്ചയ്ക്കായി മിയാൻദാദിന്റെ നൂതന സമീപനവും പ്രതിബദ്ധതയുമാണ് ഫോബ്സ് മിഡിൽ ഈസ്റ്റ് 2023 മികച്ച 100 ഹെൽത്ത് കെയർ ലീഡർമാരിൽ ഒരാളായി മിയാൻദാദ് തെരഞ്ഞെടുക്കപ്പെട്ടത്. നസീം ഹെൽത്ത് കെയറിന്റെ MD എന്ന പദവിക്ക് പുറമെ മറ്റു വിവിധ മേഖലകളിലും പ്രവർത്തിക്കുന്ന 33 ഹോൾഡിംഗ്സിന്റെ ചെയർമാനും MDയുമാണ് ഇദ്ദേഹം. 95 രാജ്യങ്ങളിൽ നിന്നുള്ള 90,000-ലേറെ രോഗികൾക്ക് അതിന്റെ 7 ശാഖകളിലൂടെ മികച്ച പരിചരണമാണ് ലഭിക്കുന്നത്. 1500-ലധികം ആളുകൾ ജോലി ചെയ്യുന്ന 33 ഹോൾഡിംഗ്സിന്റെ പ്രവർത്തനം 7 രാജ്യങ്ങളിലായി പരന്നുകിടക്കുന്നു. ഇതിനെയെല്ലാം നയിക്കുന്നത് മലപ്പുറം സ്വദേശിയായ മിയാൻദാദ് ആണ്. മികച്ച ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിനും രോഗികൾക്ക് സാധ്യമായ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും നസീം ഹെൽത്ത് കെയർ വിജയിപ്പിക്കുന്നതിൽ പങ്കാളികളായ എല്ലാവരുടെയും പിന്തുണയ്ക്കും കഠിനാധ്വാനത്തിനും അദ്ദേഹം നന്ദി അറിയിച്ചു. ആവേശകരമായി മൊമെന്റം മീഡിയ സംഘടിപ്പിച്ച ഫ്ലേവർ ഫേസ് ഓഫ്. ആവേശകരമായി മൊമെന്റം മീഡിയ സംഘടിപ്പിച്ച ഫ്ലേവർ ഫേസ് ഓഫ്. മൊമെന്റം മീഡിയ സംഘടിപ്പിച്ച കിംസ് ഹെൽത്ത് ഫ്ലേവർ ഫേസ് ഓഫ് ഹെൽത്തി സ്നാക്സ് ആൻഡ് സാലഡ് കോൺടെസ്റ്റ് പങ്കാളിത്തം കൊണ്ടും രുചി വൈവിധ്യം കൊണ്ടും ശ്രദ്ധേയമായി. ബർവ മദീനത്തിലെ ലുലുവിൽ വെച്ച് മലയാളി അസോസിയേഷൻ ഓഫ് ബർവ മദീനത്തിനുമായി സഹകരിച്ച് നടത്തിയ മത്സരത്തിൽ ആനവണ്ടി ബീറ്റ്സിന്റെ സംഗീത നിശ, കിംസ് ഹെൽത്തിന്റെ സൗജന്യ മെഡിക്കൽ ചെക്കപ്പ് എന്നിവയും ഒരുക്കിയിരുന്നു. മലയാളികൾക്ക് പുറമെ വിവിധ രാജ്യക്കാരും മത്സരത്തിനെത്തി. ഹെൽത്തി സ്നാക്സ് മത്സരത്തിൽ മെൽറോസ് മെൽവിൻ ക്രിയാഡോ, വിഷ കോദാരി, നീരജ് റാണി എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ഹെൽത്തി സാലഡ് മത്സരത്തിൽ ഷാക്കിർ ചെറായിൽ, ഫബീന മുർഷിദ്, രേഷ്മ എന്നിവർ ആദ്യ 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. വിഭവങ്ങൾ ഉന്നത നിലവാരം പുലർത്തിയതായും കടുത്ത മത്സരമാണ് നടന്നതെന്നും വിധികർത്താക്കൾ അഭിപ്രായപ്പെട്ടു. കിംസ് ഹെൽത്ത് മാർക്കറ്റിംഗ് മാനേജർ ഇക്ര, മലബാർ ഗോൾഡ് ഡെപ്യൂട്ടി ഹെഡ് യഹ്യ, മൊമെന്റം മീഡിയ CEO സെയ്ഫുദ്ദീൻ, ബ്രാഡ്മ മാനേജർ അനസ് കൊല്ലങ്കണ്ടി, ഇൻസ്റ്റാഫേസ് മാനേജർ ഫാത്തിമത്തുൽ ജസീറ തുടങ്ങിയവർ വിജയികൾക്ക് മലബാർ ഗോൾഡ് സ്പോൺസർ ചെയ്ത് സ്വർണ്ണ നാണയം ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ മഹേഷ്,
ഡെർമറ്റോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബെബിഷ എന്നിവരുടെ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും പരിപാടിയുടെ ഭാഗമായി നടന്നു. നിരോധിത മരുന്നുകളുമായി യാത്ര ചെയ്യുന്നതിനെതിരെ ബോധവൽക്കരണവുമായി ഇന്ത്യൻ എംബസി. ലഹരിക്കടത്ത് കേസുകളിൽ ഖത്തറിലെ ജയിലുകളിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന 100-ലേറെ ഇന്ത്യക്കാർ. ഇവരിൽ 12ഓളം പേർ വനിതകളാണെന്ന് ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർ വിപുൽ അറിയിച്ചു. ഖത്തറിലേക്ക് ലഹരി ഉൽപ്പന്നങ്ങളും നിരോധിത മരുന്നുകളും കൊണ്ടുവരുന്നത് തടയുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ എംബസിയും അപ്പെക്സ് ബോഡിയായ ICBF-ഉം സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അംബാസിഡർ. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യയിലെ വിവിധ വിമാനത്താവളങ്ങൾ വഴിയെത്തുന്ന യാത്രക്കാർ ലഹരിക്കടത്ത് കേസുകളിൽ പിടികൂടുന്നത് വർദ്ധിച്ചതായും ഇതിനെതിരെ പ്രവാസി സമൂഹവും മാധ്യമങ്ങളും സാമൂഹിക പ്രവർത്തകരും ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ലഹരിക്കടത്തിൽ കുടുങ്ങി ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഏതാനും ഇന്ത്യക്കാരുടെ കേസ് വിവരങ്ങൾ ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി ഇസ് സിംഗാൾ വിശദീകരിച്ചു. ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ, എംബസി ലേബർ ഓഫീസർ ജയ ഗണേഷ്, ICC പ്രസിഡന്റ് AP മണികണ്ഠൻ, ISC പ്രസിഡന്റ് EP അബ്ദുൾ റഹ്മാൻ, സെറീന അഹദ്, അപ്പെക്സ് ബോഡി മാനേജ് കമ്മിറ്റി അംഗങ്ങൾ, മുൻ ഭാരവാഹികൾ, വിവിധ സംഘടന പ്രതിനിധികൾ, സാമൂഹിക പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. മൊമെന്റം മീഡിയ സംഘടിപ്പിക്കുന്ന എജു ഡ്രൈവിന്റെ 4ാമത് എഡിഷൻ സെപ്റ്റംബർ 25-26 തീയതികളിലായി MS ഇന്ത്യൻ സ്കൂളിന്റെ അബുഹമൂർ ക്യാമ്പസിൽ നടക്കും. വിദ്യാർത്ഥികളുടെ അനന്തമായ ഉപരിപഠന സാധ്യതകളെ പരിചയപ്പെടാനും ഇന്ത്യയിലെയും വിദേശങ്ങളിലെയും വിവിധ കോളേജ് അധികൃതരുമായി നേരിട്ട് സംവദിക്കാനും അഡ്മിഷൻ എടുക്കാനും ഉതകുന്ന ഖത്തറിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ മേളയായ എജു ഡ്രൈവിന്റെ കഴിഞ്ഞ 3 എഡിഷനുകളിലും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും വിദ്യാഭ്യാസ ഏജൻസികളും കോളേജുകളും നേരിട്ട് പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് പ്രവേശനം സൗജന്യമാണ്. ഇവിടെ വെച്ച് അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഫീസ് ഇനത്തിൽ നിരക്കിളവും കോളേജുകൾ നൽകാറുണ്ട്. MES, ബിർള എന്നീ സ്കൂളുകളിലാണ് എജു ഡ്രൈവിന്റെ മുൻ എഡിഷനുകൾ അരങ്ങേറിയത്. വിദ്യാർത്ഥികൾക്കായി കൗൺസിലിംഗും അഭിരുചി ടെസ്റ്റുകളും എജു ഡ്രൈവിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടാറുണ്ട്. ഖത്തറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും നാട്ടിൽ പഠിക്കുന്ന മക്കളുള്ളവരുടെ ഖത്തറിലുള്ള രക്ഷിതാക്കളും ഒരേപോലെ എജു ഡ്രൈവ് ഉപയോഗപ്പെടുത്താറുണ്ട്. Hello everyone, I am Dr. Vishal from Jain University, Bangalore, India. So last year we participated in EduDrive for both the events, and it was a great success for us. We could connect with a lot of parents and students as well. And this year I have come again to be a part of the same event. And I request all the parents and the students to come and connect with us, because we have a lot of things to share and tell you about. Like in Jain University, we are an NAAC graded A++ university, and we are among the top 100 universities, 65th NIRF rank what we have, and we have students from 55+ countries. We have been awarded from Government of India for bringing highest number of international students to Jain University, and now we have in Bangalore as well as in Kochi. The courses what we run is in a very unique style, because we are accredited and integrated our courses with global professional bodies like UK ACCA, CIMA, CPA, CFA, US based qualification, as well as we have something called industry integrated labs from Tata, Siemens, Texas, Google, Intel, Siemens, which makes this course not only recognized in India, in Bangalore, but as well as abroad. So if a student studies a global professional body along with a course BCom, BBA, ACCA, it will be valid throughout the world. So they don't have a job opportunity only in India, but also in countries like UK, Dubai. When they do an industry integrated course with Tata, Siemens, Texas and all, they become job ready from day one. They don't have to spend
a huge amount of time, energy, and resources to train such students. As a result, our highest placement was around 42 lakh last year, which makes the students not only get job, multiple offers they are getting. So they sit on the other side of the table where they are selecting the companies, because they will have 3 to 4 offer letters in hand. When we are being in Bangalore, we have this IT capital, the Silicon Valley, the startup capital. The opportunity is tremendous. We have a unique style of running the course. As I said, 60% focuses on academic, 20% on project, and 20% in internship. We are not 100% academic oriented. We are 60% only in academics, 20% project, 20% in internship. Our prime objective is to get PPOs, pre-placement offers, which makes the things very easy, and students are very happy because they join the company after doing an internship with them, which makes them feel good about it, and they are fully motivated when they join them. Our courses, we have a special scholarship for the people of for the NRI. We offer 20% scholarship. There is also a scholarship program for diaspora children, which offers up to 4,000 USD per year. So you can connect with me, and I can help you further with more one-on-one interaction. Since I'm here in Doha, you can connect with me on my mobile number +91 97 39 39 1356 on WhatsApp. Thank you. Momentum Media proudly presents Naseem Healthcare Qatar Canvas Naseem Healthcare, the destination care. in association with Isuzu Qatar and Christian SVP.